കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിഫ്റ്റിയിൽ ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും ഒരുപോലെ ട്രാപ്പ് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ മെയിൻ റീസൺ അറിയാം, US-ഇറാൻ വാർ സംബന്ധിച്ചുള്ള മീറ്റിംഗ്സ് നടക്കുന്നത് കൊണ്ടാണ്. സോ അതിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കാര്യങ്ങൾ ഒരുപാട് സംഭവിക്കുന്നുണ്ട്. സോ മാർക്കറ്റിൽ നമുക്ക് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ചും കാണാൻ ഡീറ്റെയിൽസ് പറയാം. ആദ്യമായിട്ട് ക്രൂഡ് ഓയിലിനെ തന്നെ വാച്ച് ചെയ്യുക. ക്രൂഡ് ഓയിൽ നോക്കുമ്പോൾ നല്ലൊരു സപ്പോർട്ട് റേഞ്ചിലേക്കാണ് ക്രൂഡ് ഓയിൽ ലാസ്റ്റ് ഫ്രൈഡേ വന്നേക്കുന്നത്. സോ അവിടെ നിന്ന് ആ ലെവൽ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ അതൊരു പോസിറ്റീവായിട്ട് ഇന്ത്യൻ മാർക്കറ്റിന് കിട്ടും. സോ വൺസ് ഇവിടുന്ന് ക്ലോസിംഗ് കിട്ടി തിരിച്ചൊരു ഹൈ, റീസെന്റ് ആയിട്ടുള്ള ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നില്ല, ക്രൂഡ് ഓയിൽ ബ്രേക്ക് ചെയ്യുന്നില്ല എങ്കിൽ അവിടുന്ന് വീണ്ടും ഫോൾ വരും. ഈ ഒരു കൺസോൾട്ടേഷൻ ലെവലിലേക്ക് വന്നാൽ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള റിക്കവറി നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. നിഫ്റ്റി നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു ക്യാൻഡിൽ ഈ ഒരു റെസിസ്റ്റൻസിന്റെ സോണിൽ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അത് കഴിഞ്ഞ് വീണ്ടും സെൽ ഓഫ് വന്നു. സോ അതിന് കണ്ടിന്യൂഷൻ ഇല്ലാണ്ട് ലാസ്റ്റ് ഫ്രൈഡേ വീണ്ടും ഒരു ബൈയിങ് ക്യാൻഡിൽ വന്നു. ഈ ഒരു ഓവറോൾ ഫോർമേഷൻ ഒരു നല്ലൊരു പോസിറ്റിവിറ്റി ആണ് നമുക്ക് നിഫ്റ്റിയിൽ തരുന്നത്. പക്ഷേ ഇപ്പോഴും വാർ സംബന്ധിച്ചുള്ള മീറ്റിംഗ്സ് നടക്കുന്നത് കൊണ്ട് തുടർന്ന് വരുന്ന ക്യാൻഡിൽസും ഇതിന്റെ മേളിൽ തന്നെ ഹോൾഡ് ചെയ്യുന്നു. അവിടെ നിന്ന് ഒരു ഹൈ എടുക്കുകയാണെങ്കിൽ വീണ്ടും ഇവിടെ നിന്നൊരു ഹൈ നമുക്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. ഇനി വരും ദിവസങ്ങളിൽ മീറ്റിംഗ് നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ നിന്ന് തീർച്ചയായിട്ടും മാർക്കറ്റിൽ നല്ലൊരു സെൽ ഓഫ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ ഇവിടെ നിന്ന് കംപ്ലീറ്റ് ഈ ഒരു സോൺ ഫെയിലിയർ ആവും. സോ അങ്ങനെ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു ലെവൽ, ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് അവിടെ നിന്ന് ഒരു മാർക്കറ്റ് തിരിച്ചും വീണ്ടും ഒരു ഹൈ എടുക്കാൻ സാധിക്കുന്നില്ല. വീണ്ടും ഈ ഒരു സെർട്ടൻ ലോ കൂടി മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് വീണ്ടും മാർക്കറ്റിൽ വലിയൊരു നെഗറ്റിവിറ്റി കണ്ടിന്യൂ ചെയ്യാനുള്ള സാഹചര്യമുള്ളൂ. ഈ ഒരു ഗ്യാപ്പ് മാർക്കറ്റിൽ ഫില്ല് ചെയ്തിട്ട് അവിടെ നിന്ന് തിരിച്ച് നല്ലൊരു ഹൈ വരികയാണെങ്കിൽ മാർക്കറ്റിൽ വീണ്ടും നമുക്ക് നല്ല പോസിറ്റിവിറ്റി കാണാൻ സാധിക്കും. സോ വരും ദിവസങ്ങളിൽ എങ്ങനെ വന്നാലും ഈ രണ്ട് ലെവലായിരിക്കും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വാച്ച് ചെയ്യാനുള്ളത്. സോ ഇവിടെ വരുന്ന ക്യാൻഡിൽസിന് എന്തായാലും വാച്ച് ചെയ്യാം. സോ അതിന്റെ അപ്ഡേറ്റ് നമുക്ക് ടെലിഗ്രാം ചാനലിലൊക്കെ കൊടുക്കുന്നതായിരിക്കും. സോ ജോയിൻ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം. അതോടൊപ്പം തന്നെ ഈ ലെവൽസിൽ നിങ്ങൾക്ക് ക്യാൻഡിൽ ഫോർമേഷൻ ഒക്കെ പഠിക്കണം, അതുപോലെ എങ്ങനെ നല്ലൊരു ഹെഡ്ജിങ് സ്ട്രാറ്റജി ഉപയോഗിച്ച് നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്യാം. സോ അതിന്റെ ഡീറ്റെയിലും ടെലിഗ്രാം ചാനൽ ഉണ്ടാവും. സോ ഇതിന്റെ ബാക്കി അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.